ബിഗ് ബോസ് ചേട്ടാ, നിങ്ങൾ എന്തിനാ ഈ നല്ലവരെ ആൾക്കാരെ അവിടെ വന്നിട്ട് ഇല്ലാത്ത ചീത്തപ്പേരൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വിടുന്നത്? അതിലും ഭേദം എൻ്റെ റിലേറ്റീവ്സിനെ വിളിക്കൂ. അതാണെങ്കിൽ ഫ്രസ്ട്രേഷൻ. കാരണം ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പുറത്തെ ജില്ലയിൽ വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടും. ആക്ടിങ്ങിന് ആക്ടിങ്, ഇതൊന്നും നിങ്ങൾ എവിടെയും കാണാത്ത വിധ ഡ്രാമകളും ആക്ടിങ്ങും പുതിയ എത്രയൊക്കെ കണ്ടന്റ് കിട്ടുമെന്ന് നിങ്ങളുടെ വിചാരം. അവരെ വിളിക്കൂ. ഇല്ലാത്ത ബിഗ് ബോസിനെ പറ്റി അപവാദങ്ങൾ. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ടാസ്കിന് വിളിച്ചാൽ ചിലവരൊന്നും കാണില്ല. കാരണം 600 മാർക്ക് പരിഗണന കൊടുത്ത് അവർ ആദ്യം ബിഗ് ബോസ് ഇറങ്ങി വന്ന് കാലൊക്കെ പിടിച്ച് വിളിക്കണമായിരുന്നു. അങ്ങനെ വിളിക്കാതെ നോർമലി ടാസ്കിന് വിളിക്കണ പോലെ വിളിച്ചാൽ ആരും കാണില്ല. റേഷൻ കൊടുക്കുമ്പോൾ മുട്ട കൊടുക്കരുത്. കാരണം അവിടെയുള്ള ക്യാമറയുടെ പേരിൽ വരെ അവരെ മുട്ട കൊണ്ട് കൂടോത്രം ചെയ്യും. സുബി വേർ ആകെയുള്ള റിസ്ക് എന്ന് പറയുമ്പോൾ ആ ബിഗ് ബോസ് വീട് അവരുടെ കൂടപ്പിറപ്പ് സ്വത്താണെന്നും അത് ആ വീട്ടുകാർ മൊത്തം ഇരുന്ന് ഭാഗം വെച്ച് അതിൽ അടി ബഹളമൊക്കെ ഉണ്ടാവും. പിന്നെ ബിഗ് ബോസ് വീട് ഇവർക്കൊക്കെ ഭാഗം വെച്ച് കൊടുക്കേണ്ടി വരും. ഡൗൺ ആവാൻ വഴിയില്ല. കാരണം അത്രയും മരക്കട്ടിയോ എന്തോ ഉള്ള മനസ്സിലുള്ള ആൾക്കാരാണ് എൻ്റെ റിലേറ്റീവ്സ്. പക്ഷെ എങ്ങാനും അവരെങ്ങാനും ഡൗൺ ആവുകയാണെങ്കിൽ ആ മറ്റേ റൂം ആ റൂമിൽ വിളിച്ച് നിങ്ങൾ മോട്ടിവേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വല്ല അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങളോ ഭാര്യയും ഭർത്താവ് അടിച്ച് പിരിഞ്ഞോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർ പിന്നെ ഒരാഴ്ച ഓടിക്കോളും ആ ഹാപ്പിനെസ്സിൽ. അപ്പോൾ മൊത്തത്തിൽ നല്ല ലാഭമായിരിക്കും നിങ്ങൾക്ക്. ആരാ വിന്നർ എന്നൊക്കെ ഡിക്ലെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നല്ല രസമായിരിക്കും. ബിഗ് ബോസ് ചേട്ടാ, കൺസിഡർ ചെയ്യാവുന്നതാണ്. എൻ്റെ റിലേറ്റീവ്സ് തകർക്കും അവിടെ.